അപ്പം നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസത്തെ അത്ത ഇടാൻ പോവാണ് ഗൈസ്. കുടുംബം ഇതാ പോകുന്നത്. കുളിക്കുന്നേ ഉള്ളൂ ഗൈസ്. ഞാൻ കുളിച്ച് കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. എല്ലാവരും എന്നെ വിഷ് ചെയ്യണം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് ഗൈസ് ഇന്നും. അപ്പം നമുക്ക് പൂ പറിക്കാമേ. കൊട്ടയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പൂ പറിക്കാമോ? നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്ത് തന്നെ കേട്ടോ പോകുന്നത്. ഇപ്പം അമ്മ വരും. നമ്മൾ എളുപ്പത്തിന് പറിച്ചുകൊണ്ട് പോവുകയാണ്. ശേഷം അമ്മ വന്ന് ബാക്കി പറിച്ചു തുടങ്ങി. നമ്മളിവിടെ തന്നെ കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടേ ഈ പൂ പൂ പറിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നല്ല പൂ കിട്ടോ നുള്ളിക്കുന്നത്. ഇവിടുത്തെ കിളിയുടെ ഭയങ്കര ശബ്ദമാണ് ഗൈസ്. ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഇവിടെ ഭയങ്കര ശബ്ദം ഈ കിളികൾ. രാവിലെ ആണെങ്കിൽ കിളികളാണ് ഗൈസ് ഇവിടെ ഫുള്ളങ്ങ്. ക്ഷമ കെട്ടു ഗൈസ് പൂ പറിച്ച്. എനിക്ക് ക്ഷമയൊന്നുമില്ല ഗൈസ്. അങ്ങനെ ഞാൻ ഇനി അടുത്തടുത്തോട്ട് പോവാണ് ഗൈസ്. നമുക്ക് എളുപ്പത്തിലുള്ള ഏതെങ്കിലും പൂവുണ്ടോ ചോദിക്കാമെന്ന്. നമുക്ക് പറിക്കാം ഗൈസ്. അതങ്ങനെ വേണ്ട ഗൈസ്. ഇവിടെ ഞാൻ കുറച്ച് പൂവുണ്ട് കേട്ടോ. നമുക്ക് ഈ കൊട്ടയും ഫോണും കൊണ്ടൊക്കെ നടക്കാം. പോയി ഗൈസ്. നമുക്ക് ഈ പൂ പറിക്കാം കേട്ടോ. ഇത് നമുക്ക് കുറച്ച് എളുപ്പമുള്ളതാണ് ഗൈസ്. നമുക്ക് ഈ പൂ പറിക്കാം കേട്ടോ. ഇത് കുറച്ച് എളുപ്പമുള്ള കേട്ടോ. ആണ് ഗൈസ്. നല്ല സൂപ്പർ. നമുക്ക് നുള്ളി എടുക്കാം ഗൈസ്. നല്ല രസമാണ് ഗൈസ്. പാവല്ലേ ഈ പൂക്കളൊക്കെ പറിക്കുന്നത്. നമ്മുടെ തലയിൽ വെട്ടിക്കൊണ്ട് പോകുന്ന നമുക്ക് പൂ വെച്ചുകൊണ്ട് വന്ന് മണ്ട വെട്ടിക്കൊണ്ട് പോകുന്നത്. ഓക്കെ ഗായ്സ്, നമ്മളൊരു സൂപ്പർ പൂ ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ഇവിടെ കാണാത്തൊരു പൂവ്. ആടേ ഒരു വെള്ളപ്പൂ നിൽക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ ഇട്ടത് കാണുന്നത്. പക്ഷെ ഞാൻ പറിക്കുന്നില്ല. അത് കാരണം കൊള്ളത്തില്ല ഗൈസ്. കൊള്ളത്തില്ലെന്നല്ല, അതെന്തോ നമ്മൾ പറിച്ച് കഴിയുമ്പോൾ ചിലപ്പോഴേ പനലായി പോകാൻ സാധ്യതയുണ്ട്. കോവയുടെ പൂ പോലൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങളെ വീട്ടിലെ മഞ്ഞപ്പൂ നമുക്കിന്ന് പറിക്കണം. മഞ്ഞപ്പൂ ഇവിടെ ഇപ്പോൾ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇവിടെ കല്യാണ സൗകര്യത്തിൽ ഒരു പൂവേ ഉള്ളൂ കേട്ടോ. ഇതിനകത്തൊരു ഒറ്റൊരു പൂവേ ഉള്ളൂ. പിന്നെ ചെമ്പരത്തിപ്പൂ നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് ആ ചെമ്പരത്തിപ്പൂവിനെ പറിക്കാം. വേണ്ടി ഈ ചെമ്പരത്തിപ്പൂ. ഓക്കെ, അതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ 2 സൈസിൽ പൂ പറിച്ചിട്ടുണ്ട്. 3 സൈസിൽ പൂ പറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് നമുക്ക് താണ്ട് ഈ മഞ്ഞ സാധനം പറിക്കാം കേട്ടോ. ഇനിയും നിർത്തിയിരുന്നാൽ ഈ പൂ ഇനി കൊള്ളത്തില്ല കേട്ടോ. നമ്മളതുകൊണ്ട് ഇനി പറിച്ചെടുക്കുവാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒടിച്ചെടുക്കാം. ഇത് ഇനി നിർത്തി കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഒടിക്കുന്നത്. അയ്യോ, നമ്മൾ ഏകദേശം 3 പൂ അടിയിൽ നിന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ. കളം വാരിയിട്ടുണ്ട്. ഫസ്റ്റിൽ നമ്മളെന്ന് വെച്ചാൽ ഈ ചെമ്പരത്തിൻ്റെ പൂ എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വിടർത്തി കേട്ടോ. ഇങ്ങനെ താഴോട്ടാക്കുമ്പോൾ ഇങ്ങനെ വിടർന്ന് വരും. അങ്ങനെ നമ്മൾ നല്ലതായിട്ട് വിടർത്തി വെച്ചപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ ബോൾസത്തിൻ്റെ കുറച്ച് ഇതിലെടുത്തിട്ട് ആ ഗ്യാപ്പിൻ്റെ ഭാഗം നോക്കി വെച്ച് അപ്പം അത്യാവശ്യം നല്ലതായിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വരച്ച് രണ്ടാമത് എടുത്തിട്ടുള്ള ആ വെള്ളപ്പൂ, ഇത് പക്ഷേ വിരിയും കേട്ടോ. നമ്മൾ ആദ്യത്തെ ദിവസം ഇട്ടപ്പോൾ നല്ലതായിട്ട് വിരിഞ്ഞായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടെ അങ്ങ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ഗൈസ്. ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ അതിന് പോയിട്ട് വേണം ബാക്കി ഇടാൻ കേട്ടോ. അപ്പം അതിൻ്റെ ബ്ലോഗ് ഉടനെ വരുന്നതായിരിക്കും ഗൈസ്. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ അത്തത്തിലോട്ടാട്ടോ രണ്ടാമത് പോകുന്നത് വീണ്ടും. ഞാൻ സത്യം പറഞ്ഞാൽ അത്തം ഇട്ടുന്നത് ഞാൻ മറന്നുപോയി. പിന്നെ ഓർത്തത് തന്നെ നമുക്ക് ബാക്കി ഇടാം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഇത്രയും വരെ ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചു ഓരോ എതളിൻ്റെ അടുത്തും ഇങ്ങനെ പൂ വെച്ചിട്ട് ബാക്കി നമുക്ക് ഈ ഇല കൊണ്ട് നിറയ്ക്കാം. അപ്പോൾ ആ ചെമ്പരത്തിൻ്റെ എതൾ തമ്മിലുള്ള വ്യത്യാസവും ആ ഗ്യാപ്പ് കൂടെ അങ്ങ് പോകുമെന്ന് വെച്ച്. പിന്നെ വെച്ചാൽ ബോറായിട്ട് തോന്നി. ആ ഗ്യാപ്പ് അവിടെ നിൽക്കട്ടെ എന്ന് വെച്ച്. പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഈ വെള്ളം കൊണ്ടിട്ട് അങ്ങ് കവർ ചെയ്ത് കേട്ടോ. നല്ലതായിട്ട് വിരിയും കേട്ടോ ഈ പൂ. അതുകൊണ്ടാണ് നമ്മൾ കൊണ്ട് വെച്ചത് തന്നെയും. ഇത്ര സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ.
നമ്മളിവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് 2, 3, 4. 2 ദിവസം ആകുമ്പോൾ 2 ലെയർ ഇടാവുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മൾ 4 ലെയർ ആയി ഗൈസ്. ബാക്കി ഇനിയും പൂ വേണം ഗൈസ്, തികയുന്നില്ല. പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് കൂടി ഇങ്ങനെ ഇട്ടെടുക്കാം. പൂക്കളെ സെറ്റായിട്ടുണ്ട് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.